Like and subscribe to Desi Engine. Click the bell button to receive the latest video. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില്ലക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഇതാണ് എല്ലാ വേർഡിനും ചില വീടുകളൊക്കെ അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലക്ഷരങ്ങളൊക്കെ. ഇത് പഠിച്ചാലേ നമുക്ക് മലയാളം ശരിക്കും വായിക്കാനൊക്കെ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് കാണൂ. നോക്കൂ. ചി ല ക്ഷ രം. ചില്ലക്ഷരം. ചില്ലക്ഷരം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയൂ. ഇ ഇ എൻ ഇർ എൽ ഇൻ ഇൻ. ഒരിക്കൽ കൂടി. ഇ എൻ ഇർ ഇൽ ഇൻ ഇൻ. ഇനി നമുക്ക് അനുസ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. അനുസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജ്യം പോലെ ഇട്ടിരിക്കുന്ന ഇതിനെയാണ് അനുസ്വരം എന്ന് പറയുന്നത്. അനുസ്വരം എങ്ങനെ ഉച്ചരിക്കാം? ആ നു സ്വ രം. അനുസ്വരം. അനുസ്വരം ഈ പൂജ്യം പോലെ കാണപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ അനുസ്വരം എന്ന് പറയുന്നത്. ഇത് ഓരോ വാക്കുകളോടെ ചേരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അനുസ്വരം പൂജ്യം പോലുള്ള അനുസ്വരം കായോട് ചേരുമ്പോൾ നമ്മൾ അതിനെ കം എന്ന് വിളിക്കുന്നു. കം കം. ക അനുസ്വരം കൂടി ചേരുമ്പോൾ കം എന്ന് വിളിക്കുന്നു. ഇനി മം. മായും അനുസ്വരവും കൂടി ചേരുമ്പോൾ മം എന്ന് വിളിക്കുന്നു. മം. പായും അനുസ്വരവും കൂടി ചേരുമ്പോൾ പം എന്ന് വിളിക്കുന്നു. തായും അനുസ്വരവും കൂടി ചേരുമ്പോൾ തം എന്നും നായും അനുസ്വരവും കൂടി ചേരുമ്പോൾ നം എന്നും വിളിക്കുന്നു. നമുക്കൊരിക്കൽ പറഞ്ഞു നോക്കാം. ഒരിക്കൽ കൂടി. കം മം പം തം നം. ഒരിക്കൽ കൂടി. കം മം പം തം നം. ഇതോടുകൂടി നമ്മൾ അനുസ്വരങ്ങളും അത് ചില്ലക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കിത് രണ്ടും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത വാക്കുകൾ.